ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് പുഷ്പമേള കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തുടങ്ങിയിട്ട് 2-3 മാസമൊക്കെ ആയി. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുവാണ്. ഇന്നെന്താണോ ഇട ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ശനി ഞായറൊക്കെ ആകുമ്പോൾ കുട്ടികളും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. ഇന്ന് അത്യാവശ്യം തിരക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഇത്തിരി ഇരുട്ടൊക്കെ ഉണ്ട്, അതിൻ്റേതായ ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും കേട്ടോ വീഡിയോയ്ക്ക്. അപ്പോഴിതാ ഫസ്റ്റ് എൻട്രൻസ് ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലം പോലെയൊക്കെ തോന്നും. നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഭാഗത്തുനിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. അവിടെ എല്ലാം കണ്ടു. പിന്നെ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് വന്നത്. സൂപ്പറായിട്ടുണ്ട്. അവർ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനൽ പൂവല്ല, പ്ലാസ്റ്റിക് പൂവാണ്. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം ശരിക്കും ഒറിജിനൽ പോലെ തന്നെ തോന്നും. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഭാഗങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യാൻ ഒരു 5-6 മാസമൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ പണികളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പൂക്കളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ തോന്നും. അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. ശരിക്കും എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയതുപോലെ തോന്നും. അത്രയ്ക്ക് രസമുണ്ട്. കളറായിട്ടുള്ള പൂക്കൾ കൊണ്ടാണ് അവർ ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഓരോ ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ കുളങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുളം മാത്രമല്ല, അതിൽ നിറയെ കളറായിട്ടുള്ള മീനുകളും ഉണ്ട്. കണ്ടോ, ഇതിലൊക്കെ ഒരുപാട് മീനുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതൊരു വേറൊരു ഭാഗമാണ്. ഇങ്ങനെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതിൻ്റെ മേളിൽ കണ്ടോ പല കളറിലുള്ള പൂവുകളാണ് അവരിങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് പൂവിൻ്റെ കളറ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാലും നല്ല രസമുണ്ട്. ശരിക്കും ഒറിജിനൽ പോലെയുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ദൂരമുണ്ട്, അങ്ങ് വരെയുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട്. പല കളറിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇങ്ങനൊരു സംഭവം, ഒരു സാധനത്തിൽ കയറി നിന്നാൽ ഇങ്ങനെ കറങ്ങി നമുക്ക് ചുറ്റും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ചാർജ് ഉണ്ട്, 100 രൂപയാണ്. എത്രയോ മിനിറ്റാണ് അവർ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. മ്യൂസിക് നമ്മൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം മക്കൾ 2 പേരും അതിലൊക്കെ കയറി. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് തീർന്നില്ല. പിന്നെയും ഈ ഭാഗത്ത് വന്നപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ്. നല്ല രസമുണ്ട്. എല്ലാം പൂക്കൾ കൊണ്ടാണ് ഇവിടെയൊക്കെ അവർ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. പിന്നെ നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഭാഗത്തൊക്കെ അവർ ചെറിയ ചെറിയ കനാല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിറയെ വെള്ളമുണ്ട്. അവർ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിൽ മീനുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ തോന്നും. കണ്ടോ, ഇവിടെയൊക്കെ നല്ല അരുവികൾ പോലെയും അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു 2-3 മണിക്കൂർ അടിച്ച് പൊളിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ.
പിന്നെ ഇതാ ഇങ്ങനൊരു ഭാഗമാണ്. ഇവിടെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടോ, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം പൂക്കൾ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ ഇതാ ഇവിടേക്ക് ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗമൊക്കെ കഴിഞ്ഞു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും അവിടെ ഞങ്ങൾ നിന്നില്ല. പിന്നെ ഇതാ ഇതൊരു ഷോപ്പാണ്. കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നും, പക്ഷെ എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ്. നല്ല രസമുണ്ട്. വലുതിന് 200 രൂപ, 100 രൂപ, 50 അങ്ങനെയൊക്കെ റേറ്റാണ് ഇവർ പറഞ്ഞത്. നല്ല രസമുണ്ട് കേട്ടോ, ഒറിജിനൽ പോലെയുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറുകൾ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുണ്ട്. ഇങ്ങനെയുള്ള പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് വാങ്ങാം കേട്ടോ. ഞങ്ങൾ ഇതൊന്നും അങ്ങനെ വാങ്ങിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ഷോപ്പുകളാണ് കൂടുതൽ. പിന്നെ ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഇത് കത്തികൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കത്തികളും അങ്ങനെ നമ്മൾ അടുക്കളയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ബുക്കുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇവിടെ. വെറൈറ്റി ആയിട്ടുള്ള ബുക്കുകളൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ അച്ചാർ ഇവിടെയുണ്ട്. പക്ഷെ അവർ 250 ഗ്രാമൊക്കെ തരുള്ളൂ, 100 ഗ്രാം അങ്ങനെയൊന്നും തരില്ല. പിന്നെ ഇതാ ഉപ്പിലിട്ട എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. അടിപൊളിയായിട്ടില്ല ഇങ്ങനെ കാണാൻ. കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ. കാന്താരി, മാങ്ങ, നെല്ലിക്ക, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ അവർ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പേരയ്ക്കൊക്കെ ഉണ്ടോ, അടിപൊളി. പിന്നെ ഇതാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകളാണ്. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. വെസ്റ്റേൺ മോഡലായിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ ടീഷർട്ട് അങ്ങനെയൊക്കെയുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെയൊരു സംഭവം കണ്ടു. ഇതവർ കണ്ണിലിങ്ങനെ വെച്ച് തരും. അപ്പോൾ നമ്മളൊരു 3D ഫിലിം പോലെ കാണും കേട്ടോ. അപ്പോൾ അത് എൻ്റെ മൂത്ത മോക്ക് ചെയ്യണം പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്.
അപ്പം നെയ്ച്ചോറും ഫ്രൈഡ് റൈസുമാണ് ഇവിടെ മെയിനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നെയ്ച്ചോറും ഫ്രൈഡ് റൈസും ഇതാ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരാം.